വൈകുന്നേരം ആയപ്പോൾ 3 ആൾ എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്, വിശക്കുന്നുണ്ട് മമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ച് പാസ്ത ഇരിക്കുന്നു, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തേ പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കണേ. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു പാക്കറ്റ് പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഓരോരുത്തരുടെയും വേവ് അനുസരിച്ച് നന്നായിട്ട് ഇത്ര സോഫ്റ്റായി വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ വേവ് ആകുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിൽ ഊറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ പാത്രം തന്നെ കഴുകി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ബട്ടർ ഇട്ട് കൊടുത്തു. അതിലേക്ക് വെളുത്തുള്ളി, പിന്നെ സവാള, ക്യാരറ്റ്, പിന്നെ ചെറിയൊരു പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് വാടി വന്നപ്പോഴേക്ക് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1.5 ഗ്ലാസ് പാല് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 സ്ലൈസ് ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ളത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് പാല് കുറുകി നല്ലൊരു കുഴകുഴ എന്നുള്ളൊരു കൺസിസ്റ്റൻസിയിലെത്തുമ്പോഴേക്ക് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ഇത്. നമുക്കൊക്കെ കപ്പയും ചക്കയൊക്കെ ആയിരിക്കും ഫേവറേറ്റ്, പക്ഷേ ഇന്നത്തെ പിള്ളേർക്ക് പാസ്തയും നൂഡിൽസും മാഗിയും ഒക്കെ മതിയല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. എന്തായാലും വല്ലപ്പോഴൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അല്ലാത്ത സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ നിങ്ങൾ മക്കൾക്ക് ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കോട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.